ഇന്ന് ഗ്ലോബലായിട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഡോമിനേഷനാണ് ലോകം മുഴുവനും നടക്കുന്നത്. അതിന് നല്ല വശമുണ്ട്, വളരെ മെച്ചമായ വശമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കണം അതിന് മോശമായ വശങ്ങളുണ്ട്. നമ്മളെങ്ങനെയാണ് അത് അതായത് യൂസ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും രണ്ട് ഭാഗങ്ങൾ. നമ്മൾ എങ്ങനെ പോയാലും അതിൻ്റെ കണക്കെടുത്താൽ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പറയുന്ന കോഴിക്കോട് സംഭവം, ദീപക് എന്ന് പറഞ്ഞ കോഴിക്കോട്ടുള്ള ചെറുപ്പക്കാരൻ, അയാൾ ജോലി ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം ട്രെയിനിൽ പോകുന്നു. അദ്ദേഹം പിന്നെ തിരിച്ചു വരാൻ വേണ്ടി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ ബസ്സിനകത്ത് സഞ്ചരിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വീഡിയോ, കാരണം ആ വീഡിയോയ്ക്കകത്ത് ആ പെൺകുട്ടി പരാമർശിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ ബസ്സിനകത്ത് വെച്ച് സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു. വളരെ മോശമായ രീതിയിൽ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയോട് വൃത്തികെട്ട രീതിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാനും തോളുരുമാനും തൊട്ടുരുമാനും ഒക്കെ ശ്രമിച്ചു. അതായത് അതിൻ്റെ ഒരു സിമ്പിൾ വാചകമാണ് സെക്ഷൽ അസോൾട്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മറ്റ് സാറ്റലൈറ്റ് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ അതിനെപ്പറ്റി വാർത്തയൊക്കെ വായിച്ചു. ഞാനത് കണ്ടെടുത്തോളം ചിലപ്പം എൻ്റെ അറിവ് മോശമായിരിക്കുക, എനിക്കതിനകത്ത് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല. ഈ പെൺകുട്ടി ഉണ്ടാക്കിയത്, ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ എന്തൊക്കെ പറയാൻ ഉദ്ദേശം, പലതും ആഗ്രഹമുണ്ടായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെയുള്ള തരികിട കാണിച്ചതായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാതെ ബാക്ക്ലാഷായി ഈ പെൺകുട്ടിക്ക് തന്നെ എതിരായിട്ട് ഫർദർ ഇത് മുന്നോട്ട് പോവുകയാണ്. കാരണം ആ ലക്ഷണമെല്ലാം കണ്ടിട്ട് ആ രീതിയിൽ എനിക്ക് തോന്നുന്നത്, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരനെ തകർക്കുന്നു, എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പോയി ആത്മഹത്യ ചെയ്യുന്നു. അതായത് ആ ചെറുപ്പക്കാരൻ ലൈഫ് പോലും വേണ്ട എന്ന് വെക്കുന്നു. ഫേബ്രിക്കേറ്റഡായ ഇതേപോലെയുള്ള ഒരു അർത്ഥവുമില്ലാത്ത അലിഗേഷൻ ഈ ചെറുപ്പക്കാരനെ എതിരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് സമൂഹത്തിൽ ജീവിക്കുന്ന പല ആളുകൾക്ക് ഒരു മാന്യത എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് സ്വയമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റുള്ളവർ തരികയും ചെയ്യുന്നതാണ്. അതിന് ക്ഷതം സംഭവിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ലൈഫ് വേണ്ട എന്ന് വെക്കുന്നു. ഇതാണ് എനിക്ക് ആ ആത്മഹത്യയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും പൊതുവെ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുക. അതിജീവിത, വിക്റ്റിം എന്നൊക്കെ പറയുന്നവർ അവർ ഈ പറയുന്നതിൻ്റെ അകത്ത് ഒരു 100% സത്യം പറഞ്ഞാൽ പോലും ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതിനകത്ത് 10% പോലും ജനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ഇത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുക രാഹുൽ ഈശ്വർ, അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്, അയാൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒത്തിരി സത്യങ്ങളുണ്ട്. അയാൾ ജയിലിൽ പോയപ്പോൾ പോലും അയാൾക്ക് സപ്പോർട്ട് കിട്ടിയില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനെതിരെ തന്നെയാണ്. പക്ഷെ ചില പോയിന്റുകളുണ്ട്. അതായത് കള്ളത്തരങ്ങൾ പറഞ്ഞു ഓരോ കംപ്ലൈൻറ്റുകൾ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അതൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ കൂടുതൽ റീച്ച് ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു പരിപാടിക്ക് കേരളത്തിൽ വിരാമമിടാൻ പോവുകയാണ്. അതാണ് ഇതിൻ്റെ അകത്തെ സുപ്രധാനമായ ഒരു സംഭവം എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത് മുൻപ് എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നൊരു അഡ്വാൻറ്റേജ്, അത് അവർ തന്നെയാണ് തകർക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളെ പറ്റിയല്ല. അതായത് കള്ളത്തരങ്ങളും കപടതകളും ഒരു ഭാഗത്ത് പാച്ച് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ്, പോലീസ് സ്റ്റേഷനിൽ കേസ്, അതിൻ്റെ പേരിലൊരു പേരുണ്ടാക്കിയെടുക്കുന്നു, താറുമാറടിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള
മറ്റുള്ള ബ്ലാക്ക് മെയിലിങ്ങും പണവും ഒക്കെ ഒരു ഭാഗത്തുനിന്ന് പിടുങ്ങുവാൻ ശ്രമിക്കുന്നു. ഇത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഞാൻ അടുത്തിടയ്ക്ക് ഒരു ഉദാഹരണം പറയാം. ബിഷപ്പ് ഫ്രാങ്കോയുടെ പ്രശ്നം. അതായത് കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ ഡിസ്ചാർജ് ചെയ്ത കേസാണ്. ഇതിനകത്ത് ബിഷപ്പ് ഫ്രാങ്കോയും ഈ സിസ്റ്ററുമായിട്ട് സെക്സ് നടന്നോ ഇല്ലയോ സംഭവം 8 പ്രാവശ്യമാണ് ഈ കന്യാസ്ത്രീ പറയുന്നത് സെക്ഷൽ മോളസ്റ്റേഷനും റേപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗത്ത് രണ്ട് കൂട്ടരെയും ട്രയലും പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോയെ ഈ പറയുന്ന സെഷൻ കോർട്ട്, അതായത് ആ കോർട്ട് അയാളെ വെറുതെ വിട്ടു. എന്നിട്ട് ഈ കന്യാസ്ത്രീ അടുത്തിടയ്ക്ക് സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ട് ഒരു അഭിമുഖം കൊടുക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള കേസ് കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയില്ല? അപ്പം അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീക്ക് പോകാൻ കഴിഞ്ഞില്ല? അവർക്കും പോകാമല്ലോ, അവർ അതിജീവിതയല്ലേ, വിക്റ്റിമല്ലേ. എന്തുകൊണ്ട് അവർ പോയില്ല? ഇത്രയും നാളിന് ശേഷം എന്താണ് അവർ പുറത്തോട്ട് വരുന്നത്? ഇപ്പോഴാണോ അതിൻ്റെ സമയം കിട്ടി? എത്രയോ നാൾ ഈ കേസ് കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി. എന്തുകൊണ്ട് അവർ പോയില്ല? അവർക്ക് ആ ഇൻ്റർവ്യൂ കൊണ്ട് ഈ കന്യാസ്ത്രീക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇല്ല, നെഗറ്റീവാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അവരുടെ മുഖമെല്ലാം വന്ന് അവരുടെ പേരുൾപ്പെടെ അതായത് ക്യാമറയുടെ മുമ്പിൽ പറയുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ ആ സ്വഭാവം എത്രമാത്രമാണ് സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്ന പല കേസുകളിലും അതിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഇഷ്യൂ തന്നെയാണ് നമുക്കെടുക്കാം. അതായത് ഒരു പെൺകുട്ടി പറയുന്നു, മറ്റുള്ള പെൺകുട്ടി പറയുന്നു, അത് കഴിഞ്ഞ് കാനഡയിലുള്ളൊരു സ്ത്രീ, തിരുവല്ല സ്വദേശി, അവർ തന്നെ റൂം ബുക്ക് ചെയ്യുന്നു, അതും ഇതുമൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ആ മറ്റൊരു വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്ന റേപ്പാന്ന് പറയുന്നു, അതാണെന്ന് പറയുന്നു. നിങ്ങൾ നോക്കുക, കേരളത്തിൽ എത്ര ശതമാനം ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്? കാരണം ഇതെല്ലാം ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അലിഗേഷൻ മാത്രമാണ്. ഇതെല്ലാം കൺസെൻഷ്യലാണ്. അതായത് രണ്ട് കൂട്ടർക്കും വേണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. പിന്നീട് അവരുടെ പല കാര്യങ്ങളും നടക്കാതെ പോയി അതിൻ്റെ പേരിൽ അവർ മറ്റ് പല രീതിയിൽ അതിൻ്റെ ഫോർമാറ്റ് മാറ്റിയിട്ട് അതിനെ റേപ്പാന്നും സെക്ഷൽ അസോൾട്ടും മോളസ്റ്റേഷൻ എന്നുള്ള രീതിയിലോട്ട് വരികയാണ്. ഇത് വലിയ അപകടമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്. അതായത് കേരളത്തിലുള്ള പല സ്ത്രീകളും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ അതുപോലെ ഫേക്കും ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വിക്ടിം എന്ന രീതിയിൽ പല പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകുമ്പോൾ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല സോഷ്യോളജിക്കകത്തുണ്ടാകാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മാറ്റി അങ്ങ് മറിക്കും. കാരണം പിന്നീട് ഇപ്പം ഞാൻ പറയുന്നു, പല ആൾക്കാരും ഈ പറയുന്ന കേസുകളും ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളും അവർക്കെതിരെ തിരിച്ചു പറയുന്ന അനുസരിച്ച് അതുപോലും മാത്രമല്ല, ഇത് പിന്നെ ജനങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത സ്ഥിതിയിലോട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഫർദറായിട്ട് സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് സ്ത്രീകൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് റിലയബിൾ അല്ല. ആ രീതിയിലാണ്. അപ്പം ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. അവർ പറയുന്ന പല കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. പക്ഷേ ഈ കംപ്ലൈൻറ്റ് വരുമ്പോൾ അവർക്കറിയാൻ പറ്റാത്തൊരു സംഭവം, പെട്ടെന്ന് ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ ഈ ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പല രീതിയിലും ട്രൈ ചെയ്ത് സെറ്റിൽ ചെയ്യുക. അതായത് സാമ്പത്തിക ഇടപാടും മറ്റു പരിപാടികളൊക്കെയാണ്. അവിടെ നിന്ന് നടക്കാതെ വരുമ്പോൾ ഫൈനലായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിലും സോഷ്യൽ മീഡിയയിലും ഓരോ പരിപാടികളുമായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആകാൻ വേണ്ടി ചെയ്യുന്ന സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ദീപക്കിനെതിരെയുള്ള പെൺകുട്ടി ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആകാൻ വേണ്ടി സംഭവമാണ്. അതായത് ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, കേരളത്തിൽ നമ്മുടെ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലായിടത്തും ഒരു ലക്ഷ്മൺ രേഖ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെ വളരെ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലോട്ടൊക്കെ മാറും. അതാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ സിസ്റ്റർ റെനീറ്റയാണെങ്കിലും ഈ പറയുന്ന പല അതിജീവിതയാണെങ്കിലും ദിലീപിൻ്റെ കേസിലും നോക്കൂ. ദിലീപിന് ഏറ്റവും കൂടുതൽ ആ തുടക്ക സമയത്ത് ദിലീപിനെതിരായിരുന്നു. പിന്നീട് ഈ നടൻ ദിലീപിനാണെങ്കിൽ ഈ പറയുന്നവർക്ക് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക്
വലിയ ഗ്ലാമർ പരിവേഷത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഞാൻ ഈ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലോകത്തിൻ്റെ തോട്ടല്ല ഈ പുതിയ ജനറേഷൻ മനസ്സിലാക്കുന്ന. അവർക്ക് നമ്മളെക്കാളും കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം. കാരണം ഒരു കാര്യം ഒരു കൃത്യമായിട്ട് പറയാം, ഈ പഴയ ഒരു രീതിയിൽ സ്ത്രീകൾ റേപ്പ്, സെക്ഷൽ അസോൾട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിനകത്ത്, അതായത് പുതിയ ജനറേഷൻ്റെ അകത്തും ആ ഒരു സമൂഹത്തിനകത്ത് ഈ കൺസെൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവത്തിന് പ്രാധാന്യം കൂടുതലാണ്. അവരുടെ ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ മറ്റൊരു ഫേസിലോട്ട് കൊണ്ടുവരാനും അതിനെ മറ്റൊരു ധ്രുവീകരണത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പം അതിനും കൂടെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഒരു സമയത്ത് സ്ത്രീകൾ പരാതി കൊടുക്കാനൊന്നും പോകാറില്ല. സ്ത്രീകൾ തന്നെ അവരുടെ സ്വന്തം ഫോട്ടോ തന്നെ ഇൻസ്റ്റയിലും മറ്റുള്ളിടത്തൊക്കെ പൂക്കളുടെയും ചെടിയുടെയും നായയുടെയും പെറ്റിൻ്റെയൊക്കെയാണ് ഫോട്ടോ ഇടുന്നത്. ഇന്ന് അതല്ല. അതായത് ഗ്ലോബലായിട്ടൊരു സോഷ്യൽ മീഡിയ റെവല്യൂഷൻ നടക്കുകയാണ്. ആ റെവല്യൂഷനിൽ കൂടെ അവർക്കൊരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കാം, മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞത്, അത് ദുരുപയോഗം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അകത്ത് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഷോർട്ട് കട്ട് രീതിയിൽ പലത് സമ്പാദിക്കാനും പലത് ഏൺ ചെയ്യാനും പല സ്റ്റാർ ആകാനും ഇതും ആകാനൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ പൊതുവെ എല്ലാ ജനങ്ങളും വെറുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫെമിനിസമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടായി മാറി? കാരണം ഇവർ ഈ പറയുന്ന കോൺസെപ്റ്റും ഇവർ ഈ പറയുന്ന പലതും അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. അതതിൻ്റെ കാര്യം. ഇവർ ബേസ് അറിയാതെ, കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ, ഫെമിനിസ്റ്റുകൾ വാതുപോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു ഇവർ വലിയ ആക്റ്റീവായിട്ട്. നിങ്ങൾ നോക്കുക, ഇന്ന് അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഏകദേശം ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെല്ലാ കാര്യത്തിലും, വേണ്ടാത്ത കാര്യത്തിലും വേണ്ടുന്ന കാര്യത്തിലും ഇടപെട്ട് അതിനെ കുളവാക്കി. ഇപ്പം ജനങ്ങൾക്ക് താല്പര്യമില്ല ഇവരെന്താണ് ഈ പറയുന്നത്. അതേപോലെ മോഡേൺ ആയിട്ടുള്ള ഫെമിനിസ്റ്റുകൾ അവരെയും തള്ളിക്കളയുകയാണ്. ഒരു ഇടതുപക്ഷ ലിബറൽ ഫെമിനിസ്റ്റുകൾ അവരെ സമൂഹം തള്ളിക്കളയുക. കാരണം ഇവർ പറയുന്നതെല്ലാം കപടതയും കള്ളത്തരവുമാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, എല്ലാ ജനങ്ങൾക്കും അവരുടേതായ കോൺഷ്യസ്നെസ്, അതായത് അവർക്ക് ഉത്ബോധവും സംഭവങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. അതായത് വൺ സൈഡഡ് അല്ല. ഒരാളൊരു കംപ്ലൈൻറ്റ് എഴുതുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു, അതിന് രണ്ട് രീതിയിലുള്ള ആഖ്യാനങ്ങളും അഭിപ്രായങ്ങളും കയറി വരാം. അതായത് ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് ഒരു സ്ത്രീയുടെ രൂപവും ഭാവവും എല്ലാം വെച്ചിട്ട് ഞാൻ വിക്റ്റിമാണ്, ഞാൻ അതാണ്, ഞാൻ മാടയാണ്, കോടയാണ്, ഇതൊക്കെ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അതിന് വലിയൊരു അട്രാക്ഷൻ കിട്ടിയത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊക്കെ മാറി. അതിനൊന്നും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ബേസ്ഡ് ഇല്ലാതായി. കാരണം കേരളത്തിൽ പലയിടത്തും പല കേസുകളുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫാണെങ്കിലും മറ്റുള്ള മെയിൽ ഫീമെയിൽ കേസുകൾ. ഈ കേസുകളുടെ അകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് 90% സ്ത്രീകൾ കൊടുക്കുന്ന കേസുകൾ കള്ളത്തരമാണ്. അതുകൊണ്ട് പോലീസിന് ഏത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമാണ്. അതായത് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് ഉണ്ടാകാൻ പോകുന്നൊരു വലിയ മാറ്റം ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. വരാൻ പോകുന്ന സമയത്ത് സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയും സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകളും ഇതിനെ വിശ്വസിക്കാത്ത ഒരു സമയം ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഓരോന്നും കാണുന്നത്. അതിൻ്റെ സെറ്റ് ബാക്ക് തന്നെയാണ് ദീപകിൻ്റെ കേസിനകത്ത് ആ ചെയ്ത പെൺകുട്ടി ആ സോഷ്യൽ മീഡിയയിലെ കള്ളത്തരങ്ങൾ മാത്രം പടച്ചു വിട്ട് വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞപ്പോഴും ജനങ്ങൾ പ്രതികരിച്ചത്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി പാലക്കാട് നിന്നാൽ വീണ്ടും ജയിക്കും. രാഹുൽ ഈശ്വർ അവിടെ നിന്നാൽ രാഹുൽ ഈശ്വറും ജയിക്കും. ഇതിൻ്റെ കാര്യം എന്താ? കാരണം അവർക്കൊരു സപ്പോർട്ട് ബേസ് ഉണ്ടായിട്ടുണ്ട്. സാക്ഷാൽ ബിഷപ്പ് ഫ്രാങ്കോ നിന്നാൽ ജയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോപ്പുലർ സപ്പോർട്ടിലോട്ട് ഇവർ പോവുകയാണ്. അതായത് വിക്ടിംസ് പറയുന്ന വലിയൊരു ശതമാനം അവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടർ പറയുന്ന കപടതയും കള്ളത്തരവുമാണ്. മറിച്ച് ഇവരെല്ലാം ഇതേപോലെ ഫേബ്രിക്കേറ്റഡ് ആയിട്ടുണ്ടായ വിക്ടിംസാണ്. അതേപോലെ തന്നെ അക്യൂസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത്
രണ്ടു കൂട്ടർ, അതായത് സെക്ഷൽ അസോൾട്ടാണ് മറ്റുള്ള പല കേസാണെങ്കിൽ രണ്ടു കൂട്ടർക്കും താല്പര്യമായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ വുമൺ കമ്മീഷനെ പോലെ ഒരു മെൻ കമ്മീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല, കാരണം അതിന് വലിയൊരു പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് എത്രമാത്രം സ്ത്രീകൾ അനുഭവിക്കുന്നു അതിൻ്റെ 4 ഇരട്ടി പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ശബ്ദവും കൂടെ അറിയണം. ഒരു കാര്യം പറയാം, കേരളത്തിലെ വലിയൊരു ശതമാനം സ്ത്രീകളും ഈ പറയുന്ന പുരുഷന്മാർ ഈ പറയുന്നത് അതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം എന്ത്? കാരണം പല സ്ത്രീകളും പല ഫെമിനിസ്റ്റുകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആളാകാൻ ശ്രമിക്കുന്നവരും എല്ലാ ലക്ഷ്മൺ രേഖയും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത് അടികിട്ടാൻ പോകുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷമുള്ള സ്ത്രീകൾക്ക് തന്നെ. കാരണം അവർ പറയുന്നത് വരാനുള്ള സമയത്ത്, അതായത് ഇപ്പോഴത്തെ ഒരു തലമുറ വിശ്വസിക്കുകയില്ല, കണ്ണുവടച്ച്. അവരുടെ ബന്ധുക്കൾ പോലും വിശ്വസിക്കത്തില്ല സത്യമാണോ കള്ളമാണോ. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഉണ്ടാകാൻ പോകുന്ന റവല്യൂഷണറി മാറ്റം എന്ന് പറയുന്നത് വിക്റ്റിം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടാകത്തില്ല. അക്യൂസിനെ കൂടുതലായിട്ട് വഷളാക്കുമ്പോൾ അയാൾക്ക് വലിയൊരു ഫാൻഫെയർ കയറി വരികയാണ്. അതാണ് കോഴിക്കോട് ദീപക് എപ്പിസോഡാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ എപ്പിസോഡാണെങ്കിലും ഈ പറയുന്ന ബിഷപ്പ് ഫ്രാങ്കോ എപ്പിസോഡാണെങ്കിലും നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിൻ്റെ കേസാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.